ഗൈസ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാബൂൽ കടലക്കറിയാണ്. അപ്പം അതിന് ഒരു ദിവസം മുന്നേ നമ്മൾ കടല വെള്ളത്തിലിട്ട് വെക്കണം. അടുത്ത ദിവസം നമ്മൾ അതെടുത്ത് പിന്നെയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു കുക്കറിനകത്തിട്ട് കടലയുടെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമ്മൾ അതിനകത്തിട്ട് കുക്കർ ഒന്നടച്ച് വേഗം വെക്കാം. ഒരു 6 വിസിൽ വരണം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടതാണ് ഗരം മസാല 1/2 സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, 2 ഉണക്കമുളക്, കുരുമുളക് പൊടി 1/4 സ്പൂൺ, പിന്നെ കൊച്ചുള്ളി 10 കിലോ, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു ചെറിയ സവാള, കുറച്ച് കറിവേപ്പില, 2 മുളക്, കുറച്ച് മല്ലിയില, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 6 പീസ്, പിന്നെ ചെറിയൊരു ടൊമാറ്റോ. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ചീനിച്ചട്ടിക്കകത്തോട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്നിട്ട് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റാം. എന്നിട്ട് നമുക്ക് ആ മുളകും കറിവേപ്പിലയും പിന്നെ ആ ടൊമാറ്റോയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ മാറ്റി വെച്ചേക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച കടലയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് ആ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിത് കഴിക്കാൻ റെഡിയായി. അപ്പം ഇനിയും ഇതേപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക്